പക്ഷെ ഇതിനേക്കാൾ ഭീകരമായ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അതാണ് ആൾക്കാർക്ക് അറിയാത്തൊരു സാധനം. അതിൽ ഇൻവോൾവ്ഡ് ആണ് ഒരു മനുഷ്യന്റെ ലൈഫ്. സക്സസ് ആണെന്ന് ആഗ്രഹിക്കണവർ, ലൈഫിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കണവർ, അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കണവർ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ഒരു കാര്യത്തിൽ ഫെയിലിയർ. ആ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ വരുത്തുക. മനസ്സിലായി? പോസിറ്റീവ് ക്യാരക്ടർ. ഒരാളുടെ ക്യാരക്ടർ പോസിറ്റീവ് എന്ന് വിചാരിച്ചിട്ട് അയാളുടെ പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടുതൽ ഉണ്ടാവണമെന്നില്ല, പോസിറ്റീവ് വൈബ് കൂടുതൽ ഉണ്ടാവണമെന്നില്ല. കാരണം ഒരാളുടെ ക്യാരക്ടർ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അയാളെ കൊണ്ട് വേറെ ഉപദ്രവവും ഇല്ല, ദോഷവും ഇല്ല, ഒന്നുമില്ല, ആരും ദ്രോഹിക്കലില്ല, നല്ല സ്വഭാവമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് പോസിറ്റീവ് ക്യാരക്ടർ, നല്ല ക്യാരക്ടറാണ് അല്ലേ? പക്ഷെ എന്ന് കരുതി എങ്ങനെയാണ് ഈ പോസിറ്റീവ് ക്യാരക്ടറുള്ള ആളിൽ പോയി നെഗറ്റീവ് എനർജി ഫോം ചെയ്യണത്? പുറത്തു നിന്നൊക്കെ നെഗറ്റീവ് എനർജി എങ്ങനെ വരും എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ മലയാളികൾക്കുള്ള ഒരു ഹാബിറ്റാണ്, നമ്മൾ എവിടെ കൂടിയാലും വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും ചർച്ച ചെയ്യുന്ന ഹാബിറ്റ്. രാജ്യത്തിൻ്റെ കുറ്റം, അല്ലെങ്കിൽ മന്ത്രിയുടെ കുറ്റം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കുറ്റം, അല്ലെങ്കിൽ വേറെ ഏത് രാഷ്ട്രീയക്കാരുടെ, ബിസിനസ്സുകാരുടെ, അയൽവക്കക്കാരുടെ, സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ റിയലാണ് എല്ലാം പറയണം. ഇവരെല്ലാം ഈ പറയുന്ന നെഗറ്റീവ്സിനെ ന്യായീകരിക്കുന്നത് റിയലായിട്ട് അവർക്കുള്ള കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്. ഞങ്ങളൊരു കുറ്റമല്ല പറയുന്നത്, അവരുടെ റിയലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾ പറയണമെന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ട അറിയാണ്ട്. വേറെ ആൾ അങ്ങനെ പോയത് ഇങ്ങനെ ചെയ്ത് അയാൾക്ക് ഇങ്ങനെ വന്ന് അറിഞ്ഞാൽ മറ്റവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് വൈഫ് ഇട്ടിട്ടും പോയി അയാളാ. അതല്ലേ